നമ്മുടെ അലോട്ട്മെന്റ് സീരീസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അലോട്ട്മെന്റുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ഒരുപാട് സംശയങ്ങൾ നമ്മളങ്ങനെ എജുബോർഡ് ക്ലിയർ ചെയ്തുകൊണ്ട് കാരണം ഏറ്റവും അവസാനം അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിക്കുന്ന അടുത്തൊരു കാര്യം ക്ലബ്ബ് സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട കാര്യം. നിങ്ങളൊരു ബോണസ് പോയിന്റോ അല്ലെങ്കിൽ ക്ലബ് സർട്ടിഫിക്കറ്റിന്റെ ഏരിയ കൈകാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഉള്ളത് മാത്രം ടിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ക്ലബ് സർട്ടിഫിക്കറ്റിന്റെ കാര്യമല്ല, ഇതിന്റെ റിയാലിറ്റി ഞാൻ എന്താണെന്ന് പറഞ്ഞുതരാം. നിങ്ങളുടെ ബോണസ് പോയിന്റ് കാര്യം ചിലപ്പോൾ ആർട്സ് ആയിരിക്കും, സ്പോർട്സ് ആയിരിക്കും, മറ്റു പല കാര്യങ്ങളായിരിക്കും. ഉണ്ടെങ്കിൽ മാത്രം ടിക്ക് ചെയ്താൽ മതി. ചുമ്മാ ടിക്ക് ചെയ്ത് കുടുങ്ങാൻ നിൽക്കരുത്. ചുമ്മാ ടിക്ക് ചെയ്ത് കുടുങ്ങാൻ നിൽക്കരുത്. അത് ഇമ്പോർട്ടൻ്റ് കാര്യമാണ്, നോട്ട് ചെയ്ത് നോക്കുക. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ കാര്യം എങ്ങനെ നമുക്ക് ക്ലബ് സർട്ടിഫിക്കറ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. ക്ലബ് സർട്ടിഫിക്കറ്റ് നിങ്ങൾ സ്കൂളിൽ നിന്ന് വാങ്ങണം. നിങ്ങൾ ടി സി വാങ്ങാൻ പോകുന്ന സമയത്ത് സ്കൂൾ സർട്ടിഫിക്കറ്റ് അത് കിട്ടും. ചിലപ്പോൾ ഇന്നൊക്കെ പലരുടെയും കയ്യിൽ ടി സിയും സ്കൂൾ സർട്ടിഫിക്കറ്റ് കിട്ടിക്കാണും. കിട്ടിയ ആളുകൾ ചെയ്യേണ്ടത് ഇതാണ് നിങ്ങളൊരു ക്ലബ് സർട്ടിഫിക്കറ്റ് എന്ന് വിചാരിക്കുക. ഇതാണ് അതിൻ്റെ ഒരു ഫോമാണെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു കസിൻ്റെ എൻ്റെ സിസ്റ്ററാണ്, അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഇവിടെ കൊടുത്താണ്. രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് ഇവിടെ നമ്പർ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ഡേറ്റ് ഉണ്ട്, പിന്നെ ഇഷ്യൂയിങ് അതോറിറ്റി. 3 കാര്യം കൊടുത്താൽ മതി. ഇതിൻ്റെ ഫോട്ടോ പോലും അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ആദ്യത്തെ കാര്യം ക്ലബ് സർട്ടിഫിക്കറ്റ് ഡിസ്ക്രിപ്ഷൻ. സർട്ടിഫിക്കറ്റിൻ്റെ നമ്പർ ഓർ ഡിസ്ക്രിപ്ഷൻ നമ്പർ. അപ്പോൾ എന്ത് കൊടുത്താൽ മതി? ഈ സർട്ടിഫിക്കറ്റ് 44/2005 അല്ല അവിടെ കൊടുക്കേണ്ടത്. ഓക്കെ, 44/2021 അടിച്ചു കൊടുക്കുക. സർട്ടിഫിക്കറ്റ് ഡേറ്റ് ഉണ്ട്, അതെവിടെ ഉണ്ട്? അതും ഇവിടെ ഉണ്ട്. ഡേറ്റ് നേരെ ഇങ്ങോട്ട് കൊടുത്താൽ മതി. ഇഷ്യൂയിങ് അതോറിറ്റി ചെയ്താൽ ആ സ്കൂളിൻ്റെ പേരും കൊടുത്താൽ മതി. ഏത് സ്കൂളാണ് നിങ്ങൾക്ക് ഇത് ഇഷ്യൂ ചെയ്താൽ സ്കൂളിൻ്റെ പേര് കൊടുത്താൽ മതി. ഇനി ചെയ്യേണ്ട കാര്യം ചിലപ്പോൾ രണ്ടും ഒരൊറ്റ സർട്ടിഫിക്കറ്റ് ആയിരിക്കും തന്നിട്ടുണ്ടാവുക. നോക്കി നിങ്ങൾ, ഇത് 2 സർട്ടിഫിക്കറ്റാണ്. ഇതിൽ എന്തൊക്കെയുണ്ട്? സയൻസും ഉണ്ട്, സോഷ്യൽ സയൻസും ഉണ്ടെന്ന് പറയുന്നത് അല്ലേ. അങ്ങനെ നിങ്ങൾക്ക് രണ്ടും കാര്യങ്ങൾ സെയിം ആണ്. ഈ സെയിം നമ്പർ ചെയ്താൽ എന്ത് ചെയ്താൽ മതി? നിങ്ങൾ അവിടെ അങ്ങ് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. ഇതിൽ ഫോട്ടോ പോലും നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. സിമ്പിളായിട്ട് ഈ പരിപാടി നടക്കും. തെറ്റിപ്പോകാതിരുന്നാൽ മതി എന്ന കാര്യം നോട്ട് ചെയ്ത് വെക്കാം. ഇനി അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അപ്പോൾ ഇത് ക്ലബ് സർട്ടിഫിക്കറ്റ് നമ്മൾ കഴിഞ്ഞു. ലാസ്റ്റ് ഫൈനൽ സബ്മിഷൻ കൊടുത്താൽ ഇതിൻ്റെ PDF ഫോം നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ കഴിയും. അതിൽ ഒന്നും കൂടി നിങ്ങൾ വെരിഫൈ ചെയ്യുക, കാര്യങ്ങളൊക്കെ ഓക്കെ അല്ലേ. ഇനി തെറ്റിപ്പോയാലും കുഴപ്പമില്ല. നമുക്ക് ട്രയൽ അലോട്ട്മെൻറ്റ് കഴിഞ്ഞാൽ നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടി, ഒരു അവസരം കൂടി നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ സംഭവിച്ച തെറ്റുകളൊക്കെ ആ സമയത്ത് നമുക്ക് എഡിറ്റ് ചെയ്യാവുന്നതാണ്. ഇനി ബോണസ് പോയിൻ്റെ കാര്യം ഞാൻ വീണ്ടും നിങ്ങളോട് എടുത്ത് പറയുകയാണ്. ഇല്ലാത്ത കാര്യം കൊടുക്കാൻ നിൽക്കരുത്, പണി കിട്ടും. ഇല്ലാത്ത കാര്യം കൊടുക്കാൻ നിൽക്കരുത്, പണി കിട്ടും. അതുപോലെ തന്നെ നമുക്ക് ഓൺലൈൻ എങ്ങനെ അപ്ലൈ ചെയ്യാനുള്ളൊരു വീഡിയോ, ഡീറ്റെയിൽ വീഡിയോ നിഹാൽ പേഴ്സ്പെക്റ്റീവ് എൻ്റെ യൂട്യൂബ് ചാനൽ ഞാൻ ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് നിഹാൽ പേഴ്സ്പെക്റ്റീവ് സെർച്ച് ചെയ്യുമ്പോൾ അവിടെ കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ, നിങ്ങളുടെ സംശയങ്ങൾ, നിങ്ങൾക്ക് ഇതുമായി ഒരുപാട് ഡൗട്ട് ഉണ്ട്, നമ്മളെ വാട്സപ്പ് താഴെ ഒരു വാട്സപ്പ് നമ്പർ കാണാം, അതിൽ മെസ്സേജ് അയച്ചാൽ മതി. ഇല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാ പേജ് നിഹാൽ സാർ എന്ന് പറയുന്ന ഇൻസ്റ്റാ പേജിൽ നിങ്ങൾക്ക് മെസ്സേജ് അയച്ചാൽ എന്ത് ചെയ്യാൻ കഴിയും? ഡൗട്ടുകൾ ഞാൻ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ ഈ രീതി സംശയം വെച്ച്, ഡൗട്ട് വെച്ച് ഒരു കാര്യം ചെയ്യാൻ നിൽക്കാൻ നിങ്ങളുടെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ആ ഒരു ശ്രദ്ധ, ഒരു ഓർമ്മ നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും വേണം. റെഡി? അപ്പോൾ ഈ കാര്യം ഇത്രയേ ഉള്ളൂ. ക്ലബ് സർട്ടിഫിക്കറ്റ്. പിന്നെ ക്ലബ് സർട്ടിഫിക്കറ്റ് റിയാലിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു ക്ലബ്ബിൽ ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. നിങ്ങൾ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ഇന്ന 2 ക്ലബ്ബിലുണ്ടെന്ന് പറഞ്ഞാൽ അവർ എന്തായാലും ക്ലബ് സർട്ടിഫിക്കറ്റ് അവർ തരും. അതുകൊണ്ട് ഇത് ഞാനിതുവരെ ക്ലബ്ബിലൊന്നും ഇല്ലയെന്ന് പറഞ്ഞ് നിൽക്കരുത്. സ്കൂളിൽ പോവുക, നിർബന്ധമായി 2 ക്ലബ്ബിൽ ഞാനുണ്ട് എന്ന് പറഞ്ഞാൽ അവർ തരും, അവർ തന്നിരിക്കും. അതുകൊണ്ട് അതൊന്നും നിങ്ങൾ പ്രശ്നമാക്കേണ്ട. ക്ലബ് സർട്ടിഫിക്കറ്റ് അവിടെ പോയാൽ 2 ക്ലബ് സർട്ടിഫിക്കറ്റ് അവർ എന്തായാലും തരും. ഓക്കെ, അത്രയുള്ള ഒരു കാര്യം വെറുതെ കിട്ടുന്നതാണ്, അത് മിസ് ചെയ്യാൻ നിൽക്കണ്ട. റെഡി? അപ്പോൾ അടുത്തൊരു അപ്ഡേറ്റുമായി കാണുന്നത്. താങ്ക് യു സോ മച്ച്. ബൈ.